Hi everyone, once again welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബിനോമോ ആപ്പ് എന്നാണ്. ബിനോമോ ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ ചില ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ സജഷൻ പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ. ബിനോമോ ആപ്പ് എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ബിനോമോ ആപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കറൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റോ എടുത്തിട്ട് അതിന്റെ വാല്യൂ അടുത്ത നിമിഷം എത്രയാവും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുറയുമോ കൂടുമോ എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡ് ആയിക്കോട്ടെ, ഗോൾഡിന്റെ പ്രൈസ് അടുത്ത നിമിഷം എത്രയാകും, ഗോൾഡിന്റെ പ്രൈസ് അടുത്ത നിമിഷം കുറയുമോ കൂടുമോ, അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ബിനോമോ ആപ്പ് വഴി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ബിനോമോ ആപ്പിലേക്ക് കുറച്ച് പൈസ അവർ പറയുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യം ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് അതിനുണ്ടായി. ഇപ്പോൾ ഒരു 350 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു അടുത്ത 1 മിനിറ്റിനുള്ളിൽ ഡോളറിന്റെ പ്രൈസ് കൂടും എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഒരു തീരുമാനം, ഞാൻ പറഞ്ഞ ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ എനിക്ക് 750 രൂപ കിട്ടും. അങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഉള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 60% മാത്രമേ അനാലിസിസിലൂടെ കറക്റ്റായി പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണിത്. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ഈ ആപ്പ് വഴി പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കാവൂ. അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ പോലും ആദ്യം ചെറിയ എമൗണ്ട് ഒക്കെ വെച്ച് കളിക്കാൻ നോക്കാവുള്ളൂ. ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ബൈനോമോ ആപ്പിന്റെ അതോറിറ്റി നമുക്ക് ഒരു 65,000 റുപ്പീസ് നമുക്ക് കളിക്കാൻ ഒരു ഡെമോ അക്കൗണ്ട് തരുന്നുണ്ട്. ആ ഡെമോ അക്കൗണ്ട് നമുക്ക് റീഫിൽ ചെയ്ത് ഈ ആപ്പ് വഴി ട്രേഡിംഗ് നടത്തി പരിശീലിക്കാവുന്നതാണ്. പരിശീലിച്ചല്ല, തഴക്കം വന്നതിന് ശേഷം മാത്രമേ റിയൽ മണി ഉപയോഗിച്ച് കളിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രാരംഭമായി എനിക്ക് പറയാനുള്ളത്. നമ്മൾ ബിനോമോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു ലൈൻ, ഒരു കണ്ടിന്യൂസ് ലൈൻ കാണാം. താഴേക്ക് മുകളിലേക്ക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഐറ്റംസ് കാണാം. ഈ ഐറ്റംസ് എന്ന് പറയുന്നത് കറൻസികളാണ്. ഈ കറൻസികളുടെ മൂല്യം ഓരോ സെക്കൻഡിലും കൂടുകയാണോ കുറയുകയാണോ, അതായത് അടുത്ത 1 മിനിറ്റ് നേരത്തേക്ക് ഇതിൻ്റെ മൂല്യം കുറയുമോ കൂടുമോ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഈ ബിനോമോ ആപ്പിൽ ചെയ്യുന്നത്. അതാണ് ഓൾ അബൌട്ട് ബിനോമോ ആപ്പ് എന്ന് പറയുന്നത്. മറ്റേതൊരു ഗാംബ്ലിങ്ങിലും ഉള്ളതുപോലെ തന്നെ ബിനോമോ ആപ്പിലും നമ്മൾ ആദ്യം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പ്രഡിക്ഷൻ പറയുന്നത്. നമ്മുടെ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ഡബിളായി കിട്ടുകയും നമ്മുടെ പ്രഡിക്ഷൻ തെറ്റാണെങ്കിൽ നമുക്ക് ഇട്ട എമൗണ്ട് പോവുകയും ചെയ്യും. അതിനായി 2 അക്കൗണ്ട് ഉണ്ട്, ഡെമോ അക്കൗണ്ട് ആൻഡ് റിയൽ അക്കൗണ്ട്. നമുക്ക് റിയൽ അക്കൗണ്ടാണ് നമ്മളുടെ സ്വന്തം പൈസ എന്ന് പറയുന്നത്. നമുക്ക് ഈ കാണുന്നത് പോലെ നമ്മുടെ ബിനോമോ ആപ്പിലേക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാം. ഏറ്റവും മിനിമം 350 രൂപയാണ് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുക. ആ 350 രൂപ കൊണ്ട് നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും. നമുക്ക് കളിക്കാനുള്ള ശ്രദ്ധയും സാമർഥ്യവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പൈസയുടെ ഡബിളായിട്ട് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ വളരെ റിസ്ക് ഉള്ള ഒരു ഗെയിമാണ് ഈ ബിനോമോ ആപ്പിൽ നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് ചെറിയ എമൗണ്ട് വെച്ചാണ് ഈ ഗെയിമിൽ കളിക്കേണ്ടത്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ ഒരിക്കലും ഈ ഒരു ബിനോമോ ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇത്രയും ബാങ്കുകളുണ്ട്. നമ്മൾ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇത് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ആണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇതൊരു പ്രഡിക്ഷൻ ഗെയിമാണ്. ശരിക്കും ഒരു ചൂതുകളി പോലെ തന്നെ അല്ലെങ്കിൽ വാതുവെപ്പ് പോലെ തന്നെയുള്ള ഗെയിമാണ്. ഇതിൽ നമ്മൾ വലിയ എമൗണ്ടുള്ള കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വെറും 50 to 60% മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് ഒരു ഡെമോ അക്കൗണ്ട് നമുക്ക് തരുന്നുണ്ട്. ആ ഡെമോ അക്കൗണ്ടിൽ എപ്പോഴും ഒരു 65,000 റുപ്പീസ് ഇവർ തരുന്നുണ്ട്. ആ എമൗണ്ട് കൊണ്ട് നമ്മൾ കളിച്ച് ഈ ബിനോമോ ആപ്പിൻ്റെ പ്രവർത്തനം ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മളുടെ റിയൽ മണി ഇതിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കൊണ്ടാണ് ഈ കർവ് താഴേക്കാണോ മുകളിലേക്കാണോ പോകുക എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്രീനും റെഡുമുള്ള വെർട്ടിക്കൽ ബാർ എന്ന് പറയുന്നത്
മെജോറിറ്റി ആളുകളുടെ അഭിപ്രായമാണ് മുകളിലേക്കാണോ താഴേക്കാണോ കർവ് പോവുക എന്നുള്ളത്. നമുക്കതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് മറ്റ് ഫീച്ചറുകൾ നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ചാർട്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നേരത്തെ കാണിച്ച ഐക്കൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആദ്യം ലൈനായിരുന്നു, ഇപ്പോൾ ഇത് മൗണ്ടൻ ആണ്. അടുത്തതായി ക്യാൻഡിൽസ് ഉണ്ട്. ഈ ക്യാൻഡിൽസ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്ന ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള നമുക്ക് നല്ലൊരു വ്യൂ തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്യാൻഡിൽസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തത് ലൈൻസ് ആണ്. ഈ ലൈൻസിനേക്കാളൊക്കെ ഇതിൻ്റെ ഈ ഓരോ മോഡിലും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്നാലും ക്യാൻഡിൽസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായി ടൈം ഫ്രെയിമാണ്. 5 സെക്കൻഡ്, 15 സെക്കൻഡ്, 1 മിനിറ്റ്, 5 മിനിറ്റ് അങ്ങനെയൊക്കെ. ഈ ക്യാൻഡിൽ ഫോം ചെയ്യാൻ എടുക്കുന്ന ടൈമാണിത്. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ടേ ക്യാൻഡിൽ ഫോം ചെയ്യുകയും 5 മിനിറ്റ് കൊണ്ടായി ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് അടുത്ത ക്യാൻഡിൽ വീണ്ടും 5 മിനിറ്റ് കൊണ്ട് ഫോം ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ ഒരു ഗെയിമിൽ ലൈൻസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, കുറച്ച് അല്പം കൂടെ ആക്യുറേറ്റായി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഈ ആപ്പ് തരുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. ആകെ അവൈലബിൾ ആയിട്ടുള്ള 8 ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇത് അല്പം വൈസായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഡിക്ഷൻ്റെ ആക്യുറസി കൂട്ടാൻ സാധിക്കും. നമുക്ക് ചില ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ആദ്യമായി അലിഗേറ്റ്സ് എന്ന ഇൻഡിക്കേറ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ 3 കർവ്സ് ആണുള്ളത്. ആ 3 കർവിൻ്റെയും കളേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കളറൊക്കെ ഡിഫോൾട്ടായി തന്നെ കിടക്കട്ടെ. അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്ക്രീനിൽ ഈ അലിഗേറ്റർ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ 3 കർവ് കാണാം. നമ്മുടെ ക്യാൻഡിൽസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ആ ക്യാൻഡിൽസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ആ 3 കർവും മൂവ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് MACD എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്ററും കൂടെ ഓൺ ചെയ്തിടാം. അലിഗേറ്ററിൻ്റെ പാരലായിട്ട് തന്നെ മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് MACD. നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്ലോ പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതായത് വില കൂടുകയാണോ കുറയുകയാണോ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന ആ 3 ലൈൻസിൻ്റെ എങ്ങോട്ടാണ് പോകുന്നത്, താഴേക്കാണ് പോകുന്നത് എങ്കിൽ വില കുറയുകയാണെന്ന്, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ വില കൂടുകയാണെന്ന് ആണ്. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഇത് ഡൗൺ ട്രെൻഡാണ്. ആ കറൻസിയുടെ AUG/NZD എന്ന് പറയുന്ന കറൻസിയുടെ വാല്യൂ ഡൗൺ ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് കാണുന്നില്ല. അതുകൊണ്ട് 7 നിമിഷവും ഇത് മുകളിലേക്ക് അപ്പ് ട്രെൻഡ് കാണിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്ക് താഴെ MACD കർവും ഇതുപോലെ തന്നെയാണ് പോകുന്നത് കാണാം. ഒരുപാട് ക്ഷമിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ കറക്റ്റായിട്ടൊരു ഡൗൺ ട്രെൻഡോ അപ്പ് ട്രെൻഡോ സെൻസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നല്ല ക്ഷമ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഡെമോ അക്കൗണ്ടിലാണ് കളിക്കുന്നത്. സ്വന്തം അക്കൗണ്ടിൽ നമ്മൾ പൈസയ്ക്ക് കളിക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. നല്ല ക്ഷമയും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് സെൻസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, കാരണം ഇത് ഡെമോ അക്കൗണ്ടാണ് ഞാൻ കളിക്കുന്നത്. ഡെമോ അക്കൗണ്ടിൽ പൈസ തീർന്നു പോയി കഴിഞ്ഞാൽ അത് റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ബിനോമോ ആപ്പിൽ തരുന്നുണ്ട്. നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ പൈസ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരും ബിനോമോ ആപ്പ് ഡെമോ അക്കൗണ്ടിൽ കളിച്ച് നന്നായി പരിശീലിച്ചതിന് ശേഷം മാത്രം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ചെറിയ ചെറിയ തുകകൾക്ക് കളിക്കുക. എന്നിട്ട് അതിൻ്റെ ലാഭം എടുത്തതിന് ശേഷം ആ ലാഭം കിട്ടിയ തുകകൾക്ക് മാത്രം കളിക്കുക. ഇതുവരെ എനിക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് അല്പം റിസ്ക് എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കർവ് താഴത്തേക്കാണ്. അപ്പോൾ തൽക്കാലം നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്ത് കാണാം. അപ്പോൾ അതൊരു യെല്ലോ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ പ്രഡിക്ഷൻ ശരിയാണ് എന്നതാണ്. പക്ഷേ ഇത്രയും ശരിയായ പോരാ, അത് 1 മിനിറ്റ് നേരത്തേക്ക് ശരിയായി തന്നെ ഇരിക്കണം. ഇപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ തെറ്റാണെന്നുള്ള രീതിയിലാണ് കർവിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ കർവ് അല്പം വളഞ്ഞ് മുകളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഒരുപാട് മുകളിലേക്ക് പോയി കിട്ടുമെന്ന് അറിയത്തില്ല. എൻ്റെ പ്രഡിക്ഷൻ തെറ്റാവാൻ സാധ്യതയുണ്ട്. വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ശരിയായി. ആ എല്ലാ ഇൻഡിക്കേഷൻ വരുന്നത് പറഞ്ഞ കാര്യം ശരിയാണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. പക്ഷേ അതെപ്പോഴും മാറാം. ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ലൈൻ വരെ നമ്മുടെ പ്രഡിക്ഷൻ ശരിയായിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറക്കിയ പൈസ
ഇരട്ടിയായി തിരിച്ചു കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ പൈസ തിരിച്ചു കിട്ടും. ആ ലൈൻ കഴിഞ്ഞു ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണാൻ സാധിക്കും. അത് നമ്മുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നോക്കാം. അതിൽ ട്രേഡ്, ബാലൻസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഇതുവരെ നടത്തിയ ഡെപ്പോസിറ്റ് ഹിസ്റ്ററി കാണാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ സമ്പാദിച്ച പൈസ നമുക്ക് വിത്ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ബാലൻസ് എന്ന് പറയുന്ന ഒരു ടാബിലാണുള്ളത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സപ്പോർട്ട് എന്ന് പറയുന്ന ഏരിയയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിലൂടെ ബിനോമോ ആപ്പിൻ്റെ അതോറിറ്റിയെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കും. അവരുടെ ഇമെയിൽ ID എല്ലാം ഉണ്ട്. നമുക്ക് മെയിൽ അയക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് മണി ഡീൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൂടാതെ സംശയങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മാത്രമേ നമുക്കിതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് എന്ന് പറയുന്ന ടാബ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് നമ്മുടെ നെയിം കൂടാതെ ഇമെയിൽ ID അതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് പല സ്റ്റാറ്റസ് ഉണ്ട് ഈ ഒരു ആപ്പിന്. ഫ്രീ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, VIP ഉണ്ട്. VIP ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ബിനോമോ ആപ്പ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തരും. അതായത് നമുക്ക് കറൻസികളുടെ കാറ്റഗറീസിൻ്റെ എണ്ണത്തിലൊക്കെ കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അപ്ഗ്രേഡേഷൻസ് ഉണ്ടാവും. നമുക്ക് ഒരേ അസറ്റ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് ഈ കാണുന്നത് പോലെ ഏത് അസറ്റ് വേണം സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അസറ്റ്സ് ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ബിനോമോ ആപ്പിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്.